മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. റവന്യൂ അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്തു നൽകി. പാലക്കാട് സുന്ദരമുന്നതിയിലെ പട്ടയ വിതരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. സലീം മാലിക് ആ വാർത്തയിൽ വച്ചിരുന്നു. സലീം, പിന്നെയും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാഹുൽ പാലക്കാട്ടേക്ക് ആദ്യം സ്വകാര്യ പരിപാടിയിലേക്കൊക്കെയാണ് എത്തുക എന്നാണ് കേട്ടത്. അങ്ങനെയൊന്നുമല്ല, സർക്കാർ പരിപാടിയിലേക്ക് നേർക്ക് നിർത്തുക എന്നാണോ മനസ്സിലാക്കുന്നത്? വീണ്ടും പാലക്കാട് ആക്റ്റീവ് ആവുകയാണോ പാലക്കാട് എം.എൽ.എ.? ഹാഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് സജീവമാകാൻ തന്നെയാണ് തീരുമാനം. സ്വകാര്യ പരിപാടികൾ തന്നെയാകും ആദ്യം പങ്കെടുക്കുക. ഒപ്പം തന്നെ അതല്ലാത്ത ചില പരിപാടികൾ കൂടി ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം പരിപാടികളുടെ പട്ടിക കൂടി വരും ദിവസങ്ങളിൽ പുറത്തു വരും. ശനിയാഴ്ചയോടുകൂടി പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിവിധ വിഷയങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് സുന്ദരം കോളനിയിലെ പട്ടയ വിതരണം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പിരായിരി വില്ലേജ് ഓഫീസിലെ അമിത ജോലി ഭാരം പരിഗണിച്ച് അവിടെ തസ്തിക ഉയർത്തുക എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യാക്കര വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുക. ഒപ്പം തന്നെ ഭൂമി തരം മാറ്റൽ നടപടിക്രമങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, അത് വേഗത്തിൽ നടപടി സ്വീകരിക്കുക. ഒപ്പം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇതുവരെ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട സഹായം നൽകിയിട്ടില്ല. അപേക്ഷ നൽകിയിട്ടും അത്തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടില്ല. വീണ്ടും അപേക്ഷ നൽകിയിട്ടുണ്ട്, അത് പരിഗണിക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം പാലക്കാട് റവന്യൂ ടവർ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ, അങ്ങനെ 6 ആവശ്യങ്ങളാണ് റവന്യൂ മന്ത്രിക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം.എൽ.എ. എന്ന നിലയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മണ്ഡലത്തിലേക്ക് കൂടി സജീവമാകാനും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് പോകാനും കൂടിയാണ് ഇപ്പോൾ രാഹുലിന്റെ തീരുമാനം. സ്വകാര്യ പരിപാടികളും ഒപ്പം പൊതുപരിപാടികളും സർക്കാർ പരിപാടികൾ ഉൾപ്പെടെയുള്ള എം.എൽ.എ. എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടികൾ ഉൾപ്പെടെ പങ്കെടുക്കും. ഈ നിയമസഭാ കാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ കൂടി സജീവമാകുക എന്നൊരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഹാഷ്മി. ഓക്കെ, സലീം മാലിക്കാണ് വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.